നമസ്കാരം, ജസ്റ്റ് റൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. അസാമിൽ 12 വർഷത്തിന് മുമ്പ് വിദേശിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾക്ക് സുപ്രീം കോടതി പൗരത്വം തിരികെ നൽകിയിരിക്കുന്നു. അപ്പോഴേക്കും അയാൾ മരിച്ച് 2.5 വർഷം പിന്നിട്ടു. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസാം സ്വദേശിയായ MD റഹീം അലിക്ക് 12 വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ഇന്ത്യൻ പൗരത്വം തിരിച്ചു നൽകിയെന്ന വാർത്ത അളവറ്റ സന്തോഷത്തോടെയാണ് സ്വീകരിക്കപ്പെട്ടത്. ഹാജരാക്കിയ രേഖകളിലെ ചില അക്ഷരത്തെറ്റുകളുടെ പേരിൽ പൗരത്വത്തെ സംശയിക്കാനാവില്ലെന്നും തക്കതായ യാതൊരു തെളിവുകളും നിരത്താതെ സാധാരണ മനുഷ്യരോട് താനൊരു നുഴഞ്ഞുകയറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത് നീതി നിഷേധമാണെന്നും ജസ്റ്റിസ് അസനുദ്ദീൻ അമാനുള്ള, ജസ്റ്റിസ് വിക്രംനാഥ് എന്നിവരുടെ ബെഞ്ച് വിധിയിൽ കുറിച്ചു. എന്നിരുന്നാലും നീതി എന്ന് നമ്മൾ കരുതിയെടുത്ത് അനീതിയുടെ കടലാഴം അനാവരണം ചെയ്യുന്ന വാർത്തയാണ് പിന്നീട് വന്നത്. റഹീം അലി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞിരിക്കും. 2001 ഡിസംബർ 28-ന് തൻ്റെ 58-ാമത്തെ വയസ്സിൽ ഒരു വിദേശി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചത്. ജീവിച്ചിരുന്ന കാലം അത്രയും കടുത്ത ഭീതിയിലായിരുന്നു. ഏതു നിമിഷവും പോലീസുകാർ തന്നെ പിടിച്ചു കൊണ്ടുപോകാം എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പേടി അയാളെ അനുവദിച്ചില്ല. രാത്രിയിൽ മക്കൾ പോലും അറിയാതെ വീട് വിട്ടിറങ്ങി പരിചയക്കാരുടെ വീടുകളിൽ തങ്ങുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജറ ബിയുടെ ചോദ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഹൃദയത്തിൽ സൂചിമുന പോലെ തുളഞ്ഞു കയറുന്നതാണ്. ഇനി പറഞ്ഞിട്ട് എന്താണ് കാര്യം? ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്ന തന്നെ പിടിച്ചുകൊണ്ടു പോകുമോ എന്ന ഭയം അദ്ദേഹത്തോടൊപ്പം ഇല്ലാതായി. ഇനിയും അദ്ദേഹത്തെ ഒരു നുഴഞ്ഞുകയറ്റക്കാരനെന്ന് വിളിക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നതെങ്കിൽ അവരെന്തു ചെയ്യുമായിരുന്നു? കുഴിമാടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അസാമിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പതിറ്റാണ്ടുകളായി അവിടെ പാവപ്പെട്ട നിരവധി മനുഷ്യരെ ഇങ്ങനെ നിയമത്തിന് മുന്നിൽ നഗ്നരാക്കി നടത്തുകയാണ്. അവരുടെ പൗരത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പൗരത്വം എന്നാൽ അവകാശമല്ല, അവകാശങ്ങൾക്കുള്ള അവകാശമാണ്. പൗരനാകുമ്പോഴാണ് ഒരാൾ രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണ സംവിധാനവും ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് അർഹത നേടുന്നത്. പൗരനല്ല എന്ന് വന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ മിനിമം കൂലിക്കുള്ള അവകാശമോ തുടങ്ങിയവ ഏതുമില്ലാതെ ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയണം. അതുകൊണ്ട് തന്നെ അത്ര കണിശമായ സാഹചര്യങ്ങളിലല്ലാതെ പൗരത്വം റദ്ദ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ സ്ഥിതി അങ്ങനെയല്ല. ഭരണകൂടത്തിനും കോടതിക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. പൗരത്വത്തിൻ്റെ പരിണാമം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി രൂപം കൊണ്ടപ്പോൾ ഈ മണ്ണിൽ ജനിച്ച എല്ലാവരെയും രാജ്യത്തെ പൗരന്മാരായി കണക്കാക്കുന്ന സിവിക് ദേശീയതയാണ് ഉയർത്തിപ്പിടിച്ചത്. പിന്നീട് പൗരത്വ നിയമത്തിലെ വിവിധ ഭേദഗതികളിലൂടെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ജന്മം കൊണ്ട് എന്നതിലുപരിയായി രക്തബന്ധം കൊണ്ട് പൗരനെ നിർവചിക്കുന്ന എത്നിക് ദേശീയതയിലേക്ക് രാജ്യം വഴിമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമായിരുന്നു 2019 പൗരത്വ നിയമ ഭേദഗതി. അങ്ങനെ അപരവൽക്കരണത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വംശീയതയുടെ ഒക്കെ ബോധ്യങ്ങൾ നമ്മുടെ പൗരത്വ സങ്കല്പങ്ങളെ നിർവചിക്കാൻ തുടങ്ങി. അതിൻ്റെ മനസ്സാക്ഷിയെ നടക്കുന്ന ഭാവങ്ങൾ ആകാരം പൂണ്ടൊരിടമായിരുന്നു ആസാം. അനധികൃത കുടിയേറ്റക്കാർ പെരുകി തദ്ദേശീയരുടെ അവസരങ്ങളും അവകാശങ്ങളും സമ്പത്തും തട്ടിയെടുക്കുന്നുവെന്ന പ്രചാരണം ശക്തമായി. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഗ്രസിച്ചിരുന്ന നാടിന്റെ ദുരവസ്ഥയിൽ അക്ഷമരായി കഴിഞ്ഞ ജനങ്ങളുടെ അതൃപ്തി അത്രയും അനധികൃത കുടിയേറ്റക്കാർ എന്ന അപരരിലേക്ക് വഴി തിരിച്ചു വിടുന്നതിന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മത്സരിച്ചു. 1983 നെല്ലി കൂട്ടക്കൊലയിലാണ് അത് അവസാനിച്ചത്. ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയന്റെ ബാനറിലായിരുന്നു ആക്രമണം. 1985 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം എന്ന നിലയിൽ അസാം ഉടമ്പടി നിലവിൽ വന്നു. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ ഒരു രാഷ്ട്രീയതര ശക്തിയുമായി ഉണ്ടാക്കുന്ന ആദ്യത്തെ ഉടമ്പടി ആയിരുന്നിരിക്കാം അത്. അതനുസരിച്ച് ബാംഗ്ലാദേശ് യുദ്ധം ആരംഭിച്ച 1971 മാർച്ച് 25 ശേഷം ബംഗ്ലാദേശിൽ നിന്നും ആസാമിൽ എത്തിയവരെ കണ്ടെത്തി തിരികെ അയക്കാം എന്നൊരു ധാരണയുണ്ടായി. പൗരത്വ നിയമത്തിന്റെ വകുപ്പ് 6A അനുസരിച്ച് 1966 മുൻപ് ഇന്ത്യയിലെത്തിയവർ ഇവിടുത്തെ പൗരന്മാരാണ്. 66 മുതൽ 71 മാർച്ച് 24 വരെ ഇവിടെ എത്തിയിട്ടുള്ളവർക്ക് പൗരത്വത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. ആദ്യത്തെ 10 വർഷത്തേക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 71 മാർച്ച് 25 ശേഷം വന്നവരെ കണ്ടെത്തി രേഖകളിൽ നിന്ന് നീക്കം ചെയ്ത് ഡീപ്പോർട്ട് ചെയ്യണം എന്നാണ് നിയമം. അത് തെളിയിക്കാനുള്ള ബാധ്യതയും ജനങ്ങൾക്കാണ്. അസാം ഉടമ്പടി അനുസരിച്ച് കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി 1983 ഇല്ലീഗൽ മൈഗ്രൻസ് ഡിറ്റർമിനേഷൻ ബൈ ട്രിബ്യൂണൽ IMDT നിയമം കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം ഒരു വ്യക്തി ഇന്ത്യൻ പൗരനല്ല എന്ന് കണ്ടാൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനാണ്. എന്നാൽ
അസു നേതാവും പിന്നീട് അസാം മുഖ്യമന്ത്രിയുമായ സർബാനന്ദ സോനോവാൾ ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഒരാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് തെളിയിക്കുക ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുന്നതിന് ഈ നിയമം തടസ്സമാണെന്നും സുപ്രീം കോടതിയിൽ വാദിച്ചു. പകരം പൗരനെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ജനങ്ങൾക്ക് മേൽ ചാർത്തുന്ന 1946 ഫോറിനേഴ്സ് ആക്ട് പ്രകാരമാണ് നടപടികൾ കൈക്കൊള്ളേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഫോറിനേഴ്സ് ആക്ട് ഒരു കൊളോണിയൽ നിയമമാണ്. അത് രാജ്യത്തെത്തിച്ചേർന്ന വിദേശികളെ ഉദ്ദേശിച്ചുള്ളതാണ്. എന്നാൽ IMDT നിയമം അസാമിൽ നിലവിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ളതാണ്. ഈ പ്രാഥമിക വ്യത്യാസം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ച് ഫോറിനേഴ്സ് ആക്ട് ആണ് അസാമിൽ ബാധകമാവുക എന്ന് വിധി എഴുതി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ 14-ാം അനുച്ഛേദത്തിന്റെ വരഭാഗമാണ് അനുമാനിക നിരപരാധിത്വം എന്ന് പറയുന്നത്, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയും. അതായത് കുറ്റക്കാരനാണെന്ന് തെളിയിക്കും വരെ ഒരാളെ നിരപരാധിയായി കണക്കാക്കണമെന്ന പ്രാഥമികമായ നിയമതത്വമാണ്. ഇന്ത്യൻ നിയമ സംവിധാനത്തിന്റെയും അടിസ്ഥാനം ഇതാണ്. ഏതൊരു കേസിലും കുറ്റം തെളിയിക്കുക എന്നത് പ്രോസിക്യൂഷന്റെ ബാധ്യതയാണ്. കാരണം അതിനുള്ള സംവിധാനങ്ങളും അധികാരങ്ങളും ഗവൺമെന്റിനുണ്ട്. അതേസമയം വ്യക്തികൾ ഇത്തരം അധികാരങ്ങളോ വിഭവങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്തവരാണ്. എന്നാൽ ഫോറിനേഴ്സ് ആക്ട് ഈ തത്വത്തിന് വിരുദ്ധമാണ്. ഒരാളെ സ്വതവേ കുറ്റക്കാരനാണെന്ന് കാണുകയും അല്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത അയാൾക്കുമേൽ ചുമത്തുകയുമാണ് ഈ നിയമം ചെയ്യുന്നത്. ഇത് അനീതിയാണെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് റഹീം അലി കേസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. കേസിന്റെ നാൾവഴികൾ നമുക്ക് പരിശോധിക്കാം. റഹീം അലിയുടെ കുടുംബം തലമുറകളായി ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്നവരാണ്. 1968-ലെയും 1970-ലെയും വോട്ടർ പട്ടികകളിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരുണ്ട്. വിലാസവും ഒന്നു തന്നെയാണ്. 1985-ലെ പട്ടികയിൽ റഹീം അലിയും ഉണ്ട്. വിവാഹത്തിന് ശേഷം റഹീം അലി കാശിംപൂർ ജില്ലയിലേക്ക് താമസം മാറ്റി. 1997-ൽ അവിടുത്തെ വോട്ടർ പട്ടികയിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ മനുഷ്യനെതിരെ 2004-ൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്. ബാംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിൽ തൊരൈൽ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ദോരി ജഹാംഗീർപൂർ സ്വദേശിയാണ് റഹീം അലി എന്നായിരുന്നു ആരോപണം. SP നിർദ്ദേശിച്ചതനുസരിച്ച് സബ് ഇൻസ്പെക്ടർ ബിപിൻ ദത്ത അന്വേഷണത്തിന് വരുന്നു. 1971 മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറിയതാണ് ഇയാളെന്ന് തെളിവുകൾ ഒരാഴ്ചക്കുള്ളിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്നതേ അല്ലാത്ത ഒരാൾ, ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തി, പോലീസ് ആവശ്യപ്പെടുന്ന തീയതിക്ക് മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചവനാണെന്ന് എങ്ങനെയാണ് തെളിവ് കണ്ടെത്തുക? എന്ത് രേഖകളാണ് ഹാജരാക്കാൻ കഴിയുക? അങ്ങനെ കേസ് ഫോറിനേഴ്സ് ട്രിബ്യൂണലിലെത്തി. ഒരു തവണ അദ്ദേഹം ഹാജരായി. എന്നാൽ പിന്നീട് ക്രോണിക് ബ്രോങ്കൈറ്റിസ് വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഹാജരാവാൻ കഴിയാത്ത സ്ഥിതി വന്നു. ഇത് സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രിബ്യൂണൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്നിട്ടും ട്രിബ്യൂണൽ കക്ഷിയുടെ അസാന്നിധ്യത്തിൽ അയാളെ വിദേശിയായി പ്രഖ്യാപിച്ചുകൊണ്ട് എക്സ്പാർട്ടെ ഉത്തരവ് 2006-ൽ ഇട്ടു. ഗുവാഹത്തി ഹൈക്കോടതിയും ആ ഉത്തരവ് ശരിവെച്ചു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. 2017-ൽ ഒരിക്കൽ കൂടി ഇത് പരിഗണിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് റഹീം അലിയുടെ കേസ് സുപ്രീം കോടതി ഫോറിനേഴ്സ് ട്രിബ്യൂണലിൽ മടക്കി. എന്നിട്ടും ട്രിബ്യൂണൽ ഉത്തരവ് തിരുത്തിയില്ല. അദ്ദേഹം ഹാജരാക്കിയ രേഖകളിലെ അക്ഷരത്തെറ്റുകളും തീയതികളിലെ ചെറിയ പിഴവുകളും എല്ലാം ഉയർത്തിക്കാട്ടി വീണ്ടും അയാളെ വൈദേശികനാക്കുന്ന വിധി. അതിന്മേലുള്ള അപ്പീലിലാണ് ഇപ്പോഴത്തെ വിധി പ്രസ്താവം ഉണ്ടായത്. സുപ്രീം കോടതി വിധി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 1946-ലെ ഫോറിനേഴ്സ് ആക്ടിന്റെ 9-ാം വകുപ്പാണ് കോടതി വ്യാഖ്യാനിച്ചത്. പ്രസ്തുത വകുപ്പ് അനുസരിച്ച് ഒരാൾ വൈദേശികനല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അയാൾക്ക് തന്നെയാണ്. എന്നാൽ ഒരാൾ വൈദേശികനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് നടപടികൾ ആരംഭിക്കുന്നതിനുള്ള കാരണം അയാളെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് എന്ന മിനിമം നീതിബോധമാണ് സുപ്രീം കോടതി ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ റഹീം അലി ബാംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിലെ തൊറൈൽ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ദോരി ജഹാംഗീർപൂരിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നതാണെന്ന കാര്യം പോലീസ് സൂപ്രണ്ട് അറിഞ്ഞത് എങ്ങനെയാണ് ഈ അന്വേഷണം ആരംഭിച്ചത്? ഇത്തരം ആരോപണം ഉയർന്നു വരാനുള്ള കാരണം എന്താണ്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലീസിന് കഴിഞ്ഞില്ല. കേവലം ആരോപണവും ആരോപണത്തിന്റെ അടിസ്ഥാനവും ഗ്രൗണ്ട് ഫോർ ദ അലിഗേഷൻ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കേവലം ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ല. അതിന്റെ ഗ്രൗണ്ട്സ് എന്താണെന്ന് അറിഞ്ഞാലാണ് ഒരാൾക്ക് നിയമപരമായി പ്രതിരോധിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നതിനുള്ള കാരണം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഫോറിനേഴ്സ് ആക്ടിന്റെ 9-ാം വകുപ്പ് പ്രോസിക്യൂഷനെ ഒഴിവാക്കുന്നില്ല എന്ന നിലപാടിലാണ് സുപ്രീം കോടതി എത്തിച്ചേർന്നത്. റഹീം അലിയുടെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. അയാളും മകളും ഇവിടുത്തെ സ്ഥിരതാമസക്കാരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകളുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുണ്ട്. ഹാജരാക്കിയ സാക്ഷ്യപത്രങ്ങൾ വ്യാജമാണെന്ന ആരോപണമില്ല. രേഖകളിലെ അക്ഷരത്തെറ്റുകളും തീയതിയിലെ പിശകുകളും നമ്മുടെ രാജ്യത്ത് വളരെ സാധാരണമാണ്. വോട്ടർ പട്ടികയിലെയും തിരിച്ചറിയൽ കാർഡിലെയും റേഷൻ കാർഡിലെയും ആധാറിലെയും വിവിധ സാക്ഷ്യപത്രങ്ങളിലെയും എല്ലാം അക്ഷരപിശകുകൾ നമുക്ക് പരിചിതമാണ്.
പ്രത്യേകിച്ചും പല ഭാഷകളിൽ പേരുകൾ ആവർത്തിക്കും. ശിക്ഷാ നിയമങ്ങളെല്ലാം വളരെ കണിശമായി അന്വയിക്കേണ്ടതാണ്. കാരണം അത് മനുഷ്യന്റെ ജീവിതത്തെ, ജീവിക്കാനുള്ള അവകാശത്തെ ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രകാരം പൗരർക്ക് മാത്രമല്ല, ഇന്ത്യൻ മണ്ണിലെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം കൂടിയാണ്. അതിൽ പൗരത്വം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം. കേവലം അക്ഷരപ്പിശകുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാൾ ഇന്ത്യൻ പൗരനല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. അസാമിലെ പൗരത്വ നിയമങ്ങൾ സംബന്ധിച്ച കോടതി വ്യവഹാരങ്ങളിലെല്ലാം ഉന്നയിച്ചു പോകുന്നതും കോടതി നിഷ്കരുണം അവഗണിച്ചതുമായ വിഷയമാണ്. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് നരിമാൻ എന്നിവരുടെ ബെഞ്ചാണ് അസാമിലെ നീതിരാഹിത്യത്തിന് തുടക്കം കുറിച്ചത്. സമ്പത്തും വിഭവങ്ങളും അധികാരവും അന്വേഷണ സംവിധാനങ്ങളും എല്ലാമുള്ള ഭരണകൂടം മറുവശത്ത് നിൽക്കുമ്പോൾ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത സാധാരണ പൗരനുമേൽ വന്നു ചേരുന്ന നിയമ പ്രക്രിയയെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കോടതി ചെയ്തത്. മനുഷ്യത്വരഹിതമായ ആ സമീപനത്തിൽ നിന്നുള്ള മാറ്റമാണ് ഈ വിധിയിലൂടെ വരുന്നതെങ്കിൽ അതൊരു ശുഭസൂചനയാണ്. ജസ്റ്റിസ് അസാനുദ്ദീൻ അമാനുള്ള ജസ്റ്റിസ് വിക്രംനാഥ് എന്നിവരുടെ വിധി അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ഈ പ്രാഥമിക നീതിബോധത്തിന്റെ വെളിച്ചമെത്താൻ 12 വർഷങ്ങൾ വേണ്ടി വന്നു എന്നത് സങ്കടകരമാണ്. 2 തവണ സുപ്രീം കോടതിയിൽ എത്തിയതിനു ശേഷമാണിത് സംഭവിക്കുന്നത്. അതിനും എത്രയോ മുൻപ് ആ പാവപ്പെട്ട കർഷകൻ മരണമടഞ്ഞിരുന്നു. ഒരു ചെറിയ കർഷക കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. അസാമിലെ നൽബാരി ജില്ലയിലെ കശിംപൂരിലാണ് താമസം. കേസ് നടത്തുന്നതിന് വേണ്ടി 4 പശുക്കളെയും 5 ആടുകളെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലവും വിൽക്കേണ്ടി വന്നു. കൃഷിയുടെ പണയത്തിലാണ്. 2.5 ലക്ഷത്തിലേറെ രൂപ കേസ് നടത്തുന്നതിനായി വേണ്ടി വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ മാധ്യമങ്ങളോട് പറയുന്നത്. 12 വർഷം അനീതിയുടെ ദുരിത പർവ്വത്തിലൂടെ, ഭീതിയുടെ മുൾമുനയിലൂടെ ജീവിച്ചു മരിച്ച മനുഷ്യനോട് നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സമാനമായ ആകുലതകളുമായി ആയിരക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്ത് ഇനിയും ജീവിക്കുന്നുണ്ട്. കൊട്ടിഘോഷിച്ച് നടത്തിയ അസാമിലെ പൗരത്വ രജിസ്റ്റർ 19 ലക്ഷം മനുഷ്യരെയാണ് രാജ്യരഹിതരായി പ്രഖ്യാപിച്ചത്. അവരിൽ ഭൂരിപക്ഷവും ഹൈന്ദവരായിരുന്നു എന്നത് ഇതിൻ്റെ പ്രയോക്താക്കൾക്ക് ഒരു രാഷ്ട്രീയ പ്രഹരമായി എന്നത് മാറ്റി നിർത്തിയാൽ മനുഷ്യരുടെ ദുരിതം അവിടെ നിലനിൽക്കുകയാണ്. അതിന് എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ തന്നെ അപ്പീലിന് പോകാനോ ഹിയറിങ്ങിന് ഹാജരാകാനോ ആളുകൾ തയ്യാറാകാത്ത സ്ഥിതിയുണ്ട്. ആകെ 8 പേർ മാത്രമാണ് അപ്പീൽ പോയത്. ഹാജരായതാവട്ടെ 3 പേരും. ഇന്ത്യക്കാരായ ഞങ്ങൾ പൗരത്വത്തിന് വേണ്ടി ആരുടെ മുന്നിലും യാചിക്കേണ്ടതില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നിയമം അങ്ങനെയല്ല. വിദ്വേഷ വിചാരങ്ങൾ കൊണ്ട് നയങ്ങൾ ഉണ്ടാക്കുകയും പരമോന്നത നീതിപീഠം അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ സംഭവിച്ചതാണിത്. റഹീം അലി കേസ് ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ശ്രദ്ധാപൂർവ്വം വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക, പങ്കുവയ്ക്കുക. ഇനിയും മറ്റൊരു വിഷയവുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്താം. അതുവരേക്കും വണക്കം.